ഹേ ഗായ്സ്, ഇന്ന് നമുക്കൊരു പനീർ കറി ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമ്മുടെ പനീർ ഇട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഓവറായിട്ട് ഫ്രൈ ആയി പോകരുത്, അപ്പോൾ അതിൻ്റെ ടെക്സ്ചർ മാറിപ്പോകും കേട്ടോ. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് അത് മാറ്റി ഒരു പാത്രത്തിലേക്ക് വെക്കുക. എന്നിട്ട് അതേ ഓയിലിലേക്ക് ഒരു ഏലക്കയും പിന്നെ 2 ഗ്രാമ്പും 2 പീസ് പട്ടയും 2 പീസ് ബേ ലീവ്സും ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്ത് അതും ഒന്ന് വഴറ്റുക. അത് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ സവാള ചേർക്കുക. ഉപ്പും കൂടി ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കുക. കൺസിസ്റ്റൻസി വിട്ട് പോരുത് കേട്ടോ. അതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ തക്കാളി പേസ്റ്റ് ചെയ്തത് ചേർക്കുക. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ചേർത്ത് ഇളക്കിയെടുക്കുക. മല്ലിപ്പൊടി വേണമെങ്കിൽ ചേർക്കാൻ, ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് ചൂടുവെള്ളം ഒഴിക്കുക. ചൂടുവെള്ളം തന്നെ ഒഴിക്കണം, അപ്പം നമ്മുടെ ഈ പൊടികളൊക്കെ ഒന്ന് ബാലൻസ് ആവും. എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ അതിലേക്ക് പനീർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ മസാലയെല്ലാം പനീറിലേക്ക് കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചിരിക്കുക. അപ്പോഴത്തേക്ക് മസാലയൊക്കെ അതിൽ പിടിക്കും. എന്നിട്ട് കുറച്ച് കാഷ്യൂനട്ട് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നിട്ട് അതൊന്ന് അരച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അത് നമ്മുടെ കറിക്ക് ഒരു റിച്ച് ഫ്ലേവർ നൽകും. നല്ല ടേസ്റ്റാണ് അത് ചേർക്കുമ്പോഴത്തേക്ക്. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കുന്നത്. ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.